സോ ഗൈസ് വെൽക്കം ബാക്ക്. എന്തായാലും ഈ പോഡ്കാസ്റ്റ് മറ്റേതിൻ്റെ രണ്ടാമത്തെ സീരീസ് ആദ്യമായിട്ട് ഇവിടെ വരുന്നെങ്കിൽ മറ്റൊക്കെ കണ്ടിട്ടിരിക്കുവാനുള്ള കാര്യമുള്ളൂ. പക്ഷെ എന്തായാലും താരങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്കത് പപ്പടം വെട്ടിലായി. ഇല്ല, താരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ലാസ്റ്റിലൊരു കിടല ഹുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഹുക്കിട്ടല്ല, നമ്മൾ പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്ന നമ്മളുടെ പൊളിറ്റിക്സിലേക്ക് വന്ന 2-3 താരങ്ങളുടെ കേസ് സ്റ്റഡി എടുത്തു നോക്കിയാൽ, ഐ എം നോട്ട് ക്രിട്ടിസൈസിങ് എനിവൺ, ഞാൻ ഈ പറയാൻ പോകുന്നവരുടെ കേസും അവരെ അലജ്ലി ഇൻവോൾവ് ആയ കുറച്ച് ഇൻസിഡൻസുമാണ് പറയാൻ പോകുന്നത്. മേ ബി ദേ ആർ ഇന്നസെൻറ്റ്, മേ ബി ദേ ആർ നോട്ട്. പക്ഷേ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ്. മുകേഷ് എന്ന് പറയുന്ന ഒരു നടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് എല്ലാവരെയും സേവിക്കാൻ തുടങ്ങുന്നു. മുകേഷൊക്കെ ഇപ്പൊ ഔട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, സിനിമ ഫീൽഡിൽ നിന്ന് ഏകദേശം ഔട്ടായി വന്നതിന് ശേഷം പുള്ളി അടുത്ത ഫീൽഡിലേക്ക് വരുന്നത് രാഷ്ട്രീയം ഫീൽഡിലേക്കാണോ? അതെ. അല്ല, പക്ഷെ വേറെ സംഭവം ഉണ്ട്. മുകേഷിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിലോ, ഈസ് ഫ്രം എ വെരി പ്രോമിനന്റ് പൊളിറ്റിക്കൽ ഫാമിലി. എടാ, ഹൗ ഡസ് മൈ ഫാദർ ബീങ് എ പൊളിറ്റീഷ്യൻ ക്വാളിഫൈ മീ ആസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ? പൊളിറ്റീഷ്യൻ മാത്രമല്ല, ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാ ഒരു പ്രശ്നമാണ്, നമ്മൾ ലോകത്ത് കണ്ട ഏറ്റവും വലിയ ഹൈറാർക്കിയിൽ ജീവിച്ച ഒരു ഇൻഡിപെൻഡന്റ് കൺട്രിയാണിത്. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. എന്നെ എതിർക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇതൊന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. 1947, 49, 50 ആയപ്പം വി ആർ ടോട്ടലി ഇൻഡിപെൻഡന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഭരിച്ച കുറച്ച് ആളുകൾ, നമ്മളുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ടിരുന്ന ആളുകൾ എല്ലാം അച്ഛൻ, മോൻ, മരുമകള്, മരുമോന്റെ ഭർത്താവ് കഴിഞ്ഞിട്ട് അടുത്ത കൊച്ചുമോൻ, ഫാമിലി, ഒരു ഫാമിലി. ഇപ്പൊ വന്നേക്കുന്നത് മരിച്ചുപോയ അമ്മയുടെ ഒരു മോൻ, ആ അമ്മയുടെ മോന് പൊട്ടി പാളീസായി. അപ്പൊ അമ്മയുടെ മോളുടെ അനിയത്തിയും വന്നിട്ടുണ്ട് ഇപ്പം. സോ for the last 70 years, you guys should understand, we have been ruled by a single family. How the fuck is that democracy? Give me an example. How the fuck is a country being ruled by a family for 70 years, allegedly after independence? How is that considered democracy? See, yeah. ഈ രാജ്യത്ത് ഇത്രയും കോടി ജനങ്ങളുള്ള 100 കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഈ ഒരു ഫാമിലിയിലെ ആളുകൾ മാത്രമേ ഈ ഒരു പൊസിഷനിലോട്ട് വരാൻ എലിജിബിലിറ്റി ഉള്ളൂ എന്നാണോ അതിൻ്റെ സത്യം? അതോ ഈസ് ദെയർ അൺഫെയർ തിങ്സ് ഗോയിങ് ഓൺ അവർ പൊളിറ്റിക്സ്? ഓഫ് കോഴ്സ് യെസ്. സി, മൈൻഡ് വേറെ സംഭവം ഞാൻ പറയട്ടെ. പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന എല്ലാ ആൾക്കാരും, ലെറ്റ് ഇറ്റ് ബി എനിബഡി, അയാൾക്കൊരു ക്വെഞ്ച് ഫോർ പവർ ഉണ്ട്. ഉറപ്പായിട്ട് ക്വെഞ്ച് ഫോർ പവർ ആൻഡ് മണി. അതെ. സി, പപ്പോണം പറയില്ലേ, മുകേഷൊക്കെ എന്തിനാ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയതെന്ന് പറഞ്ഞത്, അവർ ഡിയർ MLA മണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡിക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിന്റെ ഇന്നർ സൈക്കി ക്രേവ് ചെയ്യുന്ന പവറാണ്. പക്ഷേ മണിയെക്കാട്ടി മുകളിലായിരിക്കും. അതെ അതെ അതെ. മണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച അപ്പർ. അത് അങ്ങനെയാ ഉദ്ദേശിച്ചത്. കാരണം ദ എബിലിറ്റി ടു കൺട്രോൾ, അത് ഭയങ്കര പവർഫുള്ളാണ്. അങ്ങനെ ഈ മണി തന്നെ എന്തിനാ? ഇറ്റ്സ് എ ടൂൾ ഫോർ കൺട്രോൾ. എക്സാക്ട്ലി. ഇപ്പൊ ഞാൻ നിന്നോട് പറയുകയാണ്, എടാ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് പോവാ, അപ്പൊ നീ പറയാൻ പോടാന്ന് പറയും. ഇഫ് ഐ എം ഗിവിംഗ് യു 500 rupees and asking you get the water, it's a simple tool for control. പക്ഷെ പപ്പോണം പറഞ്ഞ വേറൊരു ചോദ്യത്തിൽ വരുമ്പം, എനിക്ക് ഡിസഗ്രി ചെയ്യാനോ അങ്ങനൊന്നുമല്ല. ഐ എം ജസ്റ്റ് തിങ്കിങ്, ഒരു ഫാമിലി 70 years ഭരിച്ചു, അതവരുടെ കോമ്പിറ്റൻസ് അല്ലേ? അതവരുടെ കോമ്പിറ്റൻസ് അല്ല, അത് ബാക്കിയുള്ളവരുടെ ഇൻകോമ്പിറ്റൻസ് ആണ്. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇവിടെ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദി റീസൺ. Good valid point. It's a valid point. അത് അവരുടെ കോമ്പിറ്റൻസ് അല്ല. ദ പീപ്പിൾ, ഇപ്പൊ ഞാൻ ഈ പറയുമ്പോ പോലും ഈ ഐഡിയ എന്താണ്, അങ്ങനെ ഒരു ഫാമിലി, ദേ ഡോണ്ട് നോ ഹൂ ഇസ് ദിസ് നെഹ്റു, ഹൂ ഇസ് ദാറ്റ് നെഹ്റു, ഇന്ദിര, മറ്റേത്, ഇവരൊക്കെ റിലേറ്റഡ് അല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്. ഗൈസ്, ഒരു കാര്യം, ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ കൺവിക്ഷനിലോട് എതിർക്കാതെ, ഞങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇപ്പോഴൊന്നും എനിക്ക് പൈസ ഒന്നും കിട്ടത്തില്ല 100%. ഗൈസ്, ഇത് കാശിന് വേണ്ടി ചെയ്യുന്ന പോഡ്കാസ്റ്റ് അല്ല. ലൈക്ക് ബ്രദേഴ്സ് ഇൻ മൈ റൂം, വി ജസ്റ്റ് ഹാവിങ് എ ഗുഡ് ടൈം, അത്രേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ട്രൈ ടു ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. ഞങ്ങൾ ജസ്റ്റ് ഐഡിയാസ് സജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഐ എം ജസ്റ്റ് ഹിയർ ടു സ്പീക്ക് ദ ട്രൂത്ത്. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ കാർട്ടൂൺസ്. This is not cartoon, bro. This is anime.
സെയിം ഷിറ്റ്. ഇറ്റ്സ് നോട്ട് ദ സെയിം ഷിറ്റ്. ആരാ ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ആനിമെ എന്താണ്, നറൂട്ടോ എന്താണ്. എന്തല്ല, ഐ ഡോണ്ട് ഹാവ് ടൈം. ജസ്റ്റ് I'll enjoy എമ്പുരാൻ with my fans. ആനാ നീ എമ്പുരാന് പോകുന്നതിന്റെ അന്നത്തെ പാല് ഞാൻ സ്പോൺസർ ചെയ്യാം. ഓക്കെ, പാല ടിക്കറ്റ് എടുക്കത്തില്ല, ബിക്കോസ് ഐ മേഡ് എ വെരി ബിഗ് കൺവിക്ഷൻ ടുവേർഡ്സ് മൈസെൽഫ്. ഐ എം നോട്ട് ഗോണ വാച്ച് എമ്പുരാൻ 2. And just for the sake of knowing my self control, because കേരളയിൽ മലയാളിയായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ everybody will go to the theatre to watch എമ്പുരാൻ 2. I'm just trying to see if I can withhold from that. അത് വൈ അതിന്റെ മോട്ടീവ് എന്താ? അതിന്റെ മോട്ടീവ് ഒന്നുമില്ല. 99% പേരും ശരിയെന്ന് പറയുന്ന ഒരു കാര്യം, നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യം, ക്യാൻ ഐ വിത്ത്ഹോൾഡ് ഫ്രം ദാറ്റ്? എൻ്റെ മെന്റൽ എബിലിറ്റിയും എൻ്റെ ഡിസയറും എൻ്റെ ആഗ്രഹങ്ങളും ആക്രാന്തങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനുള്ള ചെറിയ ടെസ്റ്റ്. I'm not going to watch എമ്പുരാൻ 2, but I highly suggest you guys to watch it. അല്ല, എനിക്കത് അപ്പുറം പറഞ്ഞത്, ബട്ട് വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദാറ്റ് മോട്ടീവ്? റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ അല്ല. I am trying to withhold from the 99% of other people. അതെന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ഫിലോസഫിക്കലാണ്. ഐ എം നോട്ട് കോളിംഗ് ദി അതർ പീപ്പിൾ ഷീപ്പ്, ബട്ട് ഐ എം നോട്ട് ഫോളോയിങ് ദി അഡ്വർടൈസ്മെന്റ്. ഈ കാര്യങ്ങൾ കാണുക, മലയാള ഇൻഡസ്ട്രി വിത്ത്ഹോൾഡ് ചെയ്യാൻ, ഇറ്റ് വിൽ വിത്ത്ഹോൾഡ് വിത്തൗട്ട് മീ, ഐ നോ ദാറ്റ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ മലയാളികളും എമ്പുരാൻ കണ്ടിരിക്കും. And I'm sure that's going to be a great movie because it's being directed by one of the most visionary director. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറയുന്നുണ്ട് പുള്ളിക്ക് അജണ്ടാസ് ഉണ്ട്. പുള്ളിക്ക് സ്വന്തമായിട്ട് ചിലപ്പം പ്രൊഡക്ഷൻ കയ്യേറാൻ അജണ്ട കാണും, പൈസ കയ്യേറാൻ അജണ്ട കാണും. ചിലപ്പം മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? പുള്ളി ഈ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ക്യാമറാമാൻ ആക്ടേഴ്സ് ആണോ, അതോ ക്യാമറാമാൻ ആക്ടേഴ്സ് സർവീസ് ബോയ്സ് ആണോ, അതോ ഓഡിയൻസിനെയും ഉൾപ്പെടുത്തിയുള്ള ഒരു ബ്രാക്കറ്റ് ആണോ? ഐ ഡോണ്ട് നോ വാട്ട് ദ ബ്രാക്കറ്റ് ഓഫ് മലയാള ഇൻഡസ്ട്രി ഈസ്, ബട്ട് ഹീസ് ട്രൈങ് ടു അപ്ഹോൾഡ് ഇറ്റ്. മേ ബി അയാൾ നല്ല ആളായിരിക്കാം, മേ ബി അയാൾ, എനിക്കറിയത്തില്ല, മേ ബി ഞാൻ കേട്ടതൊക്കെ ആയിരിക്കും. ഇപ്പോഴത്തെ എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പെയ്ഡായിട്ട് ലൈറ്റ് ബോയ്സും ഈ സൗണ്ട് ഗൈസും ആ ടീമും ഒക്കെ കേരള ഇൻഡസ്ട്രിയിലാണ് ഉള്ളതിൽ മെനയായിട്ട് പേ ചെയ്തത് എന്ന് നീ കേട്ടത്. cannot be true. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഒക്കെ നല്ല വീടായിരുന്നു. ഓക്കെ, ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ വൺ തിങ് ഫോർ ഷുവർ ഇസ് പൃഥ്വിരാജ് ഒരു ഹാർഡ് കോർ വിഷണറി. എടേ, പുള്ളി ഈസ് ലൈക്ക് ഇലോൺ മസ്ക്. അത് ഞങ്ങളിപ്പോൾ പറയായിരുന്നു. ഇലോൺ മസ്കിന്റെ കണക്കുള്ള ഒരാളാണ് പൃഥ്വിരാജ് സുമുഖാരൻ. ഹീസ് എ വെരി ബിഗ് വിഷണറി, ഹീസ് എ വെരി ബിഗ് ബിസിനസ് മാൻ, and I'm sure we have seen only the start of his rise. അതെ, ആ പുള്ളിക്കാരന്റെ കൺവിക്ഷനും ആ ഒരു വിഷൻ ആലോചിക്കണം. 2006 പ്രെഡിക്റ്റ് ചെയ്ത സംഭവം ഹി ഹാസ് ബ്രോട്ട്, മനസ്സിലായോ? എനിക്ക് ലിറ്ററലി തോന്നി he is the ambassadorship of Malayalam film industry. I don't agree with that. I don't want anybody to be an ambassador of anything. അത് എൻ്റെ ഫിലോസഫിയാണ്. I don't want to be associated with an ambassadorship. ഇപ്പോൾ ഞാനൊരു ഹാർഡ് കോർ മലയാളി സിനിമ ഫാൻ ആണെന്ന് ഐ ഡോണ്ട് വാണ്ട് ടു ബി കാറ്റഗറൈസ്ഡ് ആസ് ദാറ്റ്. ഐ വാച്ച് ഫിലിം ഇഫ് ഐ ഹാവ് ഫ്രീ ടൈം ആൻഡ് ഇഫ് ഐ തിങ്ക് ഐ വിൽ എൻജോയ് ദ ഫിലിം. ആ ഒരു വ്യൂ പോയിന്റ് ഞാൻ ചോദിക്കുന്നത്, അംബാസഡർഷിപ്പിലേക്കൊക്കെ ഒരാൾ വരുന്നതെന്നും ഒക്കെ പറയുന്നത്. സോ ഞാനൊരു കാര്യം ചോദിക്കുന്നത് വെച്ചാൽ ഹി വോണ്ട്സ് ടു ബി ദ അംബാസഡർ ഓഫ് മലയാളം സിനിമ എന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ഭയങ്കര, എനിക്ക് ഇപ്പം ആലോചിക്കുമ്പം അതൊരു ക്വെഞ്ച് ഫോർ പവർ ആയിട്ട് തോന്നിയില്ലേ? എനിക്ക് തോന്നി. കാരണം ഒരാൾക്ക് അത്രയും ക്വെഞ്ച് ഫോർ പവർ, അധികാരദാഹം ഉണ്ടായോണ്ടായിരിക്കണം അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. അഗൈൻ, പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്നൊരു വ്യക്തി ജനിച്ചു വീണത് ദാരിദ്ര്യത്തിലൊന്നുമല്ല. ഹി ഹാസ് മണി. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ആദ്യമേ പറയുന്നുണ്ട്, നീ ഇപ്പൊ പറഞ്ഞ പോലെ 2006 പറഞ്ഞിട്ടുണ്ട് എനിക്കിതൊക്കെയാണ് വേണ്ടുന്നതെന്ന്. അപ്പോ വൺ തിങ് അബൌട്ട് ഹിം ഈസ് ഹീസ് നോട്ട് ഹൈഡിങ് തിങ്സ്. നോട്ട് എ ലയർ. He's not a liar. Not fake. Fake അല്ല പുള്ളി പറയുന്ന കാര്യം ചെയ്യും. അങ്ങനെ ഹീസ് ദ ടൈപ്പ് ഓഫ് ഗായ്, നിന്നെ പണിയെന്ന് പറഞ്ഞാൽ പണിയും, പക്ഷെ പണിയുന്ന കാര്യം നേരത്തെ പറയും. അങ്ങനെ ഒളിഞ്ഞ് പുറയുന്ന കുത്തുന്ന ആളല്ല. അങ്ങനെ ഹീസ് എ സ്ട്രൈറ്റ് ഫോർവേഡ് ഗായ്. പിന്നെ പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ല പുള്ളി എന്തോ ചാരിറ്റിയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹീസ് ആൻ അറഗന്റ് ഗായ്.
പുള്ളി തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുള്ളി ഈസ് ലൈക്ക് that's my attitude. yeah, that's my attitude and that's his defense. അപ്പോ അങ്ങനെയുള്ള ഒരു ആള് ഇതൊക്കെ ചെയ്യുന്നത് ഫോർ പവർ എന്ന് മാത്രമാണോ അതോ എന്താണ് നമുക്ക് പുള്ളിയുടെ മൈൻഡിൽ നിന്ന് അനലൈസ് ചെയ്യേണ്ടി വരും. കാരണം ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഗായ് ടു ബ്രേക്ക് ഡൗൺ, എസ്പെഷ്യലി ഫോർ പുള്ളിക്കാരെ നേരിട്ട് അറിയാത്ത ഒരാൾക്ക്. ഞങ്ങൾക്ക് പുള്ളിയെ നേരിട്ട് അറിയത്തില്ല. അപ്പോൾ വാട്ട്സ് ഹിസ് റിയൽ അജണ്ട എന്ന് ചോദിച്ചാൽ നോബഡി നോസ്. ചിലപ്പോൾ പുള്ളിക്ക് പോലും അറിയത്തില്ലായിരിക്കും. Maybe he just want to make good movies. Yeah, maybe he just want to make good movies, or maybe he is playing to get the entire industry by himself. God knows. പക്ഷെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഐ എം ടു എക്സൈറ്റഡ് രണ്ടാം മുഴുവൻ പുള്ളിക്കാരൻ സിനിമയൊക്കെ നോക്കി. എന്നുവെച്ചാല് റീൽസും റൂമേഴ്സും ഇതൊക്കെ PR ഏജൻസിയുടെ പണിയായിരിക്കും മേ ബി എമ്പുരാൻ ഹൈപ്പിൽ കൊണ്ടുവരാൻ വേണ്ടി. മേ ബി എനിക്കറിയത്തില്ല. വി ക്യാൻ സീ ആൻഡ് അതിനെക്കുറിച്ച് പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ പുറകില് ഭയങ്കര ഡാർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നോട്ട് ഓൺലി ഇൻ മോളിവുഡ്. ഹാവ് യു എവർ ഗൈസ് ഹേർഡ് അബൌട്ട് ദി എപ്സ്റ്റീൻ ഐലൻഡ് ഇഷ്യൂ? ഹോളിവുഡിൽ എപ്സ്റ്റീൻ ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിൽ ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് പിഡോഫേലിയ കാർട്ടൽ. ഒരു ഐലൻഡിൽ ഫുള്ള് പ്രായം തികയാത്ത കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങളെയും കൊണ്ടിട്ടിട്ട് ഈ എപ്സ്റ്റീൻ ഐലൻഡിൽ ഡിഡി എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ ഇട്ടു എന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മള് റീൽസിലൊക്കെ നൈസ് ട്രൈ ഡിഡി, റീൽസിലൊക്കെയാണ് ഡിഡി. ഹി വാസ് ഡീംഡ് ആസ് ദ ബിഗ്ഗസ്റ്റ് പെഡോഫൈൽ ട്രാഫിക്കർ ഇൻ ദ മോഡേൺ എറ. അപ്പോൾ പുള്ളിയുടെ ഐലൻഡിൽ പോയവരുടെ ലിസ്റ്റ് കുറച്ചൊക്കെ വെളിവിട്ടു. അങ്ങനെ 70-80% ഓഫ് ഹിസ് വെൽത്തി ഹോളിവുഡ് സ്റ്റാർസ്. ഡികാപ്രിയോയുടെ ഒക്കെ അല്ലേ? ഡികാപ്രിയോ ഉണ്ട്. നമ്മുടെ നിങ്ങൾക്ക് ആരൊക്കെ പേരറിയാവോ, നിങ്ങൾ ഏതൊക്കെ വലിയ സിനിമകൾ കണ്ടിട്ടുണ്ടോ അവരെല്ലാം പോയിട്ടുണ്ട്. ഡികാപ്രിയോ പോയിട്ടുണ്ട്. നമ്മുടെ ലയാൾ ഉൾപ്പെടെ. ഏഞ്ചൽ സെന്റിമെന്റ്സിന്റെ പേരെന്താ പുള്ളിയുടെ? മനസ്സിലായി. പുള്ളി പോയിട്ടുണ്ട്. ഡാവിഞ്ചി കോഡിലൊക്കെ അഭിനയിച്ച പുള്ളി പോയിട്ടുണ്ട്. നടിമാര് പോയിട്ടുണ്ട്. എന്തിന് ഈവൻ നമ്മുടെ സ്റ്റീവൻ ഹോക്കിങ്സ് വരെ പോയിട്ടുണ്ട്. അതിനെ പറ്റി കുറച്ച് മീംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റീവൻ ഹോക്കിങ്സ് വാസ് ഇൻടു മിഡ്ജറ്റ്സ്. വി ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് റിയൽ, ബട്ട് കോടതിയിൽ സമർപ്പിച്ച തെളിവിൽ നിന്ന് വെളി വന്ന കാര്യങ്ങളാണ്. അപ്പോ ഈവൻ ട്രംപ് വാസ് ദെയർ. അതൊക്കെ വി ഡോണ്ട് നോ. ഞാൻ ഒരു ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്കത് ഈയിടെ കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസും വ്യൂ പോയിന്റ്സും തോട്ട്സും വന്നൊരു സംഭവം. ഐ സീ അബ്സല്യൂട്ടിസം അറൗണ്ട് മീ. ഞാനിത് എൻ്റെ ബാംഗ്ലൂർ പോയപ്പോൾ, ഞാൻ ഈയിടെ ബാംഗ്ലൂർ എൻ്റെ മീഡിയ പ്രൊഡക്ഷൻ വർക്കിന് പോയപ്പം ഐ ആസ്ക്ഡ് ടു ആൻ ഓൺടർപ്രന്യൂർ ദെയർ. അബ്സല്യൂട്ടിസം എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ഗോളുണ്ട്, അയാൾ കംപ്ലീറ്റ് അയാളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് കംപ്ലീറ്റ് ബാക്കിയുള്ള പ്ലഷേഴ്സും കാര്യങ്ങളും ഒക്കെ സൈഡിലേക്ക് മാറ്റി വെച്ച് അതിനെ ഫോളോ ചെയ്യുന്നു. ആ ഒരു സിംഗിൾ ഗോൾ അല്ലെ ഒരു സിംഗിൾ ഓറിയന്റഡ് ആയിട്ട് അബ്സല്യൂട്ട്ലി ഫോക്കസ്ഡ് ആയിട്ട് ഡെഡിക്കേറ്റിംഗ് ഹിസ് ലൈഫ്. അതാണ് അബ്സല്യൂട്ടിസം. എൻ്റെ ചുറ്റും ഒരുപാട് അബ്സല്യൂട്ടിസം ഫോളോ ചെയ്യുന്ന ഈവൻ മൈ ബെസ്റ്റ് ബിസിനസ് പാർട്ട്ണർ, അവൻ അബ്സല്യൂട്ടിസത്തിന്റെ ഒരു ബിഗ് ഫാൻ. ഹി ഈസ് ബ്ലൈൻഡ്ലി ബിലീവിങ് അബ്സല്യൂട്ടിസം. അബ്സല്യൂട്ടിസം പക്ഷെ എനിക്ക് എവിടെ ഒരു എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് അബ്സല്യൂട്ടിസം. പക്ഷെ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് ലൈക്ക് അബ്സല്യൂട്ടിസം. പക്ഷെ എല്ലാ സക്സസും ഞാൻ നോക്കുമ്പം അബ്സല്യൂട്ടിസം മാത്രമേ കാണുന്നുള്ളൂ. അബ്സല്യൂട്ടിസം ഫോളോ ചെയ്യുന്നവരാണ് പക്ക സക്സസ്ഫുൾ ആയിട്ടുള്ളവര്. പക്ഷെ എന്റെ സക്സസ് മീൻസ് മോണിറ്ററി സക്സസ്. അതെ, സക്സസ്. അതെ അതെ. അപ്പം എൻ്റെ ഒരു വ്യൂ പോയിന്റ് എനിക്ക് അബ്സല്യൂട്ടിസം, ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് want to 100% dedicate into building a business. എനിക്ക് ഐ വോണ്ട് ടു ബിൽഡിങ് മൈ യൂട്യൂബ് കണ്ടന്റ് ഗെയിം. എനിക്ക് സ്വന്തമായിട്ട് സ്റ്റുഡിയോ തുടങ്ങണമെന്നുണ്ട് ഭാവിയിൽ. എനിക്ക് സ്വന്തമായിട്ട് എക്യുപ്മെന്റ്സും ഗിയേഴ്സും ഒക്കെ ആകുമ്പോൾ ചെറിയ രീതിയിലൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്നുണ്ട്. അങ്ങനത്തെ കുറേ ഐ വോണ്ട് ടു ബി എ ഇൻഡിപെൻഡൻറ്റ് പെർഫ്യൂമർ. പെർഫ്യൂമറിയുടെ കോഴ്സ് ഒക്കെ അതിന് ഏർലി ഓൺ പഠിച്ചത്. ഐ എം ട്രൈങ് ഔട്ട് ഓൾ ദ ഡിഫറെൻറ്റ് പെർഫ്യൂംസ്. ഐ വോണ്ട് ടു റീഡ് ലോട്ട്സ് ഓഫ് ബുക്സ് ഡെയിലി. എല്ലാ ഫിലോസോഫേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് അബ്സല്യൂട്ടിസത്തിനെ കുറിച്ച് 2-3 പേരോട് സംസാരിച്ച് ലേറ്റ്ലി ഐ റെഡ് എ കോട്ട്. ഞാൻ അത് കറക്റ്റ് അബ്സല്യൂട്ടിസമായിട്ട് റിലേറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കോട്ട് കിട്ടിയത്. നോബഡി ഈസ് ഫക്കിംഗ് റൈറ്റ്. നോബഡി. അവൻ എൻ്റെ വ്യൂ പോയിന്റ് മാറിപ്പോയി. അങ്ങനെ ചിന്തിച്ചത് ഞാൻ അടുത്തൊരു പാരഗ്രാഫ് ഡെയിൽ കാർണിഗിയുടെ ഒരു ബുക്കിനകത്ത് വായിച്ചാൽ
ലോകത്തെ ഏറ്റവും റൈറ്റിയസ് ആയിട്ടുള്ള ഏറ്റവും ആക്യുറേറ്റ് പ്രഡിക്ഷൻസും ഏറ്റവും ആക്യുറേറ്റ് ഡിസിഷൻസും എടുത്ത ആൾക്കാരിൽ അക്കോർഡിംഗ് ടു ഡേറ്റ ആൻഡ് സയൻസും ഫിലോസഫി ഒക്കെ പറയുന്ന സോക്രട്ടസ്, അരിസ്റ്റോട്ടിൽ, അതുപോലത്തെ ഫ്രീ തിങ്കേഴ്സ് ആയിരുന്നു, ഫിലോസഫേഴ്സ്. അവരുടെ ആക്യുറസി ഈസ് അബൌട്ട് ലെസ് ദാൻ 75%. ഓക്കെ. ആൻഡ് ഐ സീ ദീസ് 18-year-old dudes and 25-year-old dudes saying, oh, you are wrong. Absolute മാത്രമേ you are wrong. എനിക്ക് ആ ഒരു ഐഡിയ ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഐഡിയ, ഈ അബ്സല്യൂട്ടിസം അല്ലെങ്കിൽ ഈ ഒരു there is nothing absolutely correct or right എന്നുള്ള ഒരു ഐഡിയ ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ he must have a minimum level of openness to change. എന്ന് പറഞ്ഞാൽ വേറൊരാൾ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ ചില ഗുരുക്കന്മാരൊക്കെ പറയും ഞാൻ 4th dimensionൽ പോയി, എന്താ പറയുന്നത്, ഞാൻ വേറെ ബീയിങ്സുമായിട്ട് എന്താ പറയുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില ഒരു ഡ്രഗ്സ്, ചില സ്പെസിഫിക് ഡ്രഗ്സ് എന്ന് ക്ലാസിഫൈ ചെയ്ത ചില കാര്യങ്ങൾ കഴിച്ചോ വലിച്ചോ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ഗെറ്റ് സം കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് ദീസ് ആർ ഓൾ ലൈക്ക് വട്ട് കാര്യങ്ങൾ. ഞാനിപ്പോ പറയാണ്, അല്ലെങ്കിൽ ഒരു സ്വാമി വന്നിരുന്ന് അയവാസ്ക അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വി തിങ്ക്, or I don't know if it's real or anything, I was like having an entire life breakdown അത് വേറൊരു ജീവിതം. I was trying to keep it for the other podcast. Do you want me to? ഇപ്പൊ വേണ്ട, നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. Yeah, I'll ചെറിയൊരു സിനോപ്സിസ് തരാം. ഞാൻ അയവാസ്ക അടിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലല്ല, കാനഡയിലാണ്. അത് ലീഗലായിട്ടുള്ള ഒരു റിസർവിനകത്ത്. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ when I woke up I was like what the fuck, because ഇത് എൻ്റെ ഉള്ളിൽ പോയി. പിന്നെ ഞാൻ ഒരു എൻറ്റയർ ലൈഫ് ഞാൻ ലീഡ് ചെയ്യുക. ആൻഡ് ഐ റിമെമ്പർ മീ ഹാവിങ് എ ബ്ലൂ ബൈക്ക്, കൊളീഗ്സ്, വർക്ക്, എക്സാംസ്, ടൈം ലൈൻ മാറിപ്പോയി. ആൻഡ് നോട്ട് ഐ എം സ്ലീപ്പിംഗ്, ഗെറ്റിംഗ് ഇത് ഓരോ ദിവസവും ഇതൊക്കെ നടന്ന് ഞാൻ സ്കൂൾ കഴിഞ്ഞ് +2 പോകുന്നു. ഇപ്പൊ കാനഡയിലെയും ഇന്ത്യയിലെയും മിക്സ് ആയിട്ടുള്ള റിയാലിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഡ്രീം പോലെ ആവാം. പക്ഷെ ഇറ്റ് വാസ് ടു ഡീറ്റെയിൽഡ് ടു ബി എ ഡ്രീം. ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു 10-30 വർഷം അവിടെ ജീവിച്ചു. അങ്ങനെ 30-40, ഐ ആം നോട്ട് ഷുവർ. ഇത് കഴിഞ്ഞ് സോ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് അബ്സല്യൂട്ടിസം. സോ എനിക്ക് ഇത്ര പറയുള്ളൂ ഗൈസ്, നെയ്തർ യുവർ ഫ്രണ്ട്സ് ആർ റൈറ്റ് നോർ യു ആർ റൈറ്റ്. നോ, നിങ്ങൾ ലൈഫിൽ എല്ലാവരും അവരുടെ ഡെസിഷൻസും കാര്യങ്ങളും എടുക്കുന്ന അവരുടെ ഓൺ കോർ പ്രിൻസിപ്പിൾസും അവരുടെ ഓൺ കോർ വിഷൻ വെച്ചാൽ യു ഡോണ്ട് ഹാവ് ടു അലൈൻ ഇറ്റ് ടു എനിബഡി. അതെ, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചും നിങ്ങളുടെ കോർ ആഗ്രഹങ്ങളും കൊണ്ടാണ്. സോ എനിക്ക് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഐ ആം പാഷനറ്റ്, ഐ ലൈക്ക് ഡൂയിങ് ഷിറ്റ്. സംടൈംസ് എനിക്ക് ഐ ലൈക്ക് മേക്കിംഗ് ഫിലിംസ്, ഐ ലൈക്ക് ഷൂട്ടിങ്, ഐ ലൈക്ക് എഡിറ്റിംഗ്. അങ്ങനത്തെ സ്വന്തമായിട്ട് എനിക്കറിയത്തില്ല, ഈ ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. എനിക്ക് തോന്നിയത് അബ്സല്യൂട്ടിസം പക്കായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് they don't know what they like. Yeah, they just said something and believe that's right. Exactly. Yeah, അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ലൈക്ക് അവരുടെ ബ്രെയിൻ ഒരു കോട്ടഡ് ബ്രെയിൻ പോലെ വർക്ക് ചെയ്യും. അവര് മൈൻഡിന് നമ്മള് മൈൻഡിന് എല്ലാത്തിലും ഒരു പാർട്ട് കൊടുക്കണം. when you're deciding something, അതും നമുക്ക് ലാഭം ഉണ്ടാവും, ചിലപ്പോൾ സന്തോഷം തരും. ബട്ട് തിങ്ക്, do I really like it? അല്ല, ഞാൻ ഐ ആം നോട്ട് സെയിങ് ഓർ വി ആർ നോട്ട് സെയിങ് ദേ ആർ റോങ്, നെയ്തർ വി ആർ റൈറ്റ്. Yeah, അതെ, ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. നോബഡി ഈസ് റൈറ്റ് ഓർ റോങ്, അത് മനസ്സിലാക്കുക. പിന്നെ there is nothing right about life. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോ നിമിഷവും എടുക്കുന്ന ചോയ്സസ് കൊണ്ട് പോകുന്ന ഒരു യാത്ര, അങ്ങനെ അടിപൊളിയായിട്ട് പോവുക. ഇതിന്റെ the only thing guaranteed is we are going to die in 30 or 40 years. Yeah, that's the only guarantee you have. And do whatever the fuck you want, but stay mindful that we live in a society. Don't break the rules so that you go to jail. Do anything else, everything you want. First of all, നമ്മുടെ കേരളത്തിലെ ഡ്രഗ് സിറ്റുവേഷൻ is so bad. Oh fuck man, ഡ്രഗ്സ് എന്ന് പറയുന്നത്, ഞാൻ കാനഡയിൽ പോയിട്ട് I have tried drugs because it's no drugs there. It's
സർക്കാർ വിൽക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ ഇവിടെ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി വിക്സ് മുട്ടായി വാങ്ങിക്കുന്നതിൻ്റെ കണക്ക് എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിൽ വീട് കടയുണ്ട്. വീട് മീൻസ് കഞ്ചാവ്. യു നോ കഞ്ചാവ് കടയുടെ പേര് വാല്യൂ ബഡ്സ്. വാല്യൂ ബഡ്സിലാണ് ഏറ്റവും വിലക്കുറവ്. വാല്യൂ ബഡ്സിൽ ചെന്നിട്ട് കോളേജ് ID കാർഡ് കാണിച്ചാൽ ദേ ഗിവ് 10% ഡിസ്കൗണ്ട്. ഇറ്റ്സ് ലൈക്ക് $20 വീടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ $2 ഡിസ്കൗണ്ടാണ്. ആൻഡ് ദേ ഡോണ്ട് ടാക്സ് സ്റ്റുഡൻസ് ഫോർ ബൈയിങ് വീഡ്. ടാക്സ് ഫ്രീ വീഡ്. അത് വേറെ സംഭവം ഉണ്ട്. ഇപ്പം ഏതായിരുന്നു ഈയിടെ ഏതോ കിട്ടിലൊരു ഹോളിവുഡ് മൂവി ഇറങ്ങിയല്ലോ, ട്രിപ്പി സാധനം, ഡ്യൂൺ അല്ലാതെ വേറൊരു സാധനം ഇറങ്ങിയ ക്രിയേറ്ററിന്റെ എൻ്റെ സബി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു കൂട്ടുകാരൻ കാനഡയിൽ ഫിലിം മേക്കിംഗ് പഠിച്ചു. അപ്പൊ എങ്ങനെയൊക്കെ അവൻ ക്രിയേറ്ററിന്റെ എഡിറ്ററുമായിട്ടൊക്കെ ഞാനിപ്പം ഐ ഓൾസോ എൻജോയ് ദ ഫിലോസഫി ഓഫ് എഡിറ്റിന്റെ കോൺട്രാസ്റ്റും കാര്യങ്ങളും. ടെക്നിക്കൽ നോളജ് അല്ലാതെ ഒരു ആർട്ടിസ്റ്റിക് വ്യൂ പോയിന്റിൽ എഡിറ്ററിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിലായിട്ട് പഠിക്കും. അതേപോലെ തന്നെ ഡ്യൂണിന്റെ എഡിറ്ററായിട്ട് എങ്ങനെയോ ഭാഗ്യത്തിന് എനിക്കൊരു കോൺടാക്ട് കിട്ടി. മച്ചാൻ്റെ അടുത്ത് ഭയങ്കര അടിപൊളി, ഭയങ്കര മനുഷ്യൻ, എന്തൊരു സിമ്പിളാണെന്നറിയാം മച്ചാനെയൊക്കെ റീച്ച് ചെയ്ത്. ഞാൻ ഇപ്പൊ പറയാം, നിങ്ങൾ ഡ്യൂണിന്റെ എഡിറ്റർ ഇൻസ്റ്റാഗ്രാം DM ചെയ്താൽ മച്ചാൻ റിപ്ലൈ ചെയ്യും. അതെ, റിപ്ലൈ ചെയ്ത് ഞങ്ങളൊരു കോൺടാക്ട് പുള്ളിയുടെ ഫ്രീ കോഴ്സ് ഒക്കെ തന്ന് അങ്ങനത്തെ മനുഷ്യന്മാരാ. സി ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോൾ ക്രിയേറ്ററിന്റെ ഒക്കെ എഡിറ്റ് റൂമിനകത്ത് ഒരു ബോംബൂപ്പി ഇങ്ങനെ ഇരിപ്പുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് ഡ്രഗ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ഡ്രഗ്സ് എന്ന വാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ വെക്കുക. ഇതേ വാക്ക് വേറെ രാജ്യത്തോ വേറെ ബോർഡറിലോ ചെല്ലുമ്പോൾ ഇതേ മീനിങ് ആവണമെന്നില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ബിക്കോസ് ആൽക്കഹോള് ഹാർഡ് കോർ ഡ്രഗ് ആയിട്ട് കാണുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലോ കേരളത്തിലോ ആൽക്കഹോൾ ഡ്രഗ് അല്ല. അപ്പൊ ഏതാണ് ശരി? കഞ്ചാവ് കേരളത്തിലും ഇന്ത്യയിലും ഡ്രഗാണ്, അത് ഉപയോഗിച്ചുകൂടാ. പക്ഷെ കാനഡയിലും അമേരിക്കയിലും അത് ലീഗലാണ്. അപ്പൊ അത് ഡ്രഗ് ആണോ അല്ലയോ? അതോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തനുസരിച്ച് ഇത് മാറുമോ? അല്ല, ദീസ് ആർ ഓൾ റൂൾസ് മെയ്ഡ് ബൈ 60-year-old ഫാറ്റ് ബെല്ലി ഗൈസ് ഹൂ ഇസ് പ്ലേയിങ് ചെസ് വിത്ത് അസ്. അപ്പോൾ എയ്തർ സ്റ്റോപ്പ് ഓൾ ദ ഡ്രഗ്സ്. അങ്ങനെ ഈ നാട്ടില് ഇപ്പൊ വേറൊരു സംഭവം ഞാൻ പറയട്ടെ പോണ, നമ്മുടെ നാട്ടില് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ US UK അവിടെയൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന മോസ്റ്റ് പ്രോബ്ലി ഫോർ റിക്രിയേഷൻ ആയിരിക്കും. റിക്രിയേഷണൽ പർപ്പസിന് മാത്രമാണ്. ഇവിടെ മോസ്റ്റ് പ്രോബ്ലി വെൻ ദേ ആർ envious, angry or something else. അപ്പൊ ഞാൻ പറഞ്ഞു ആംഗ്രി ഓർ ആംഗ്രി, ദേ ഡോണ്ട് നോ ഓർ ദേ ഡോണ്ട് നോ എന്ന് പറയും. ഒരിക്കലും ഞാൻ ഡ്രഗിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും അത് കിട്ടുന്നതും അത് ഉപയോഗിക്കുന്നതും ഒക്കെ റോങ് ഇന്റൻഷനോടെ. ദാറ്റ്സ് ട്രൂ. ബിക്കോസ് ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലും ഡിപ്രസ്ഡ് ആളുകൾ, IT ആളുകൾ, ജോലി ഇല്ലാത്തവർ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ കേരളത്തിൻ്റെ ആളുകളുടെ ആ ഒരു വിഷൻ്റെ പ്രോബ്ലമാണ്. ഞാൻ ഉൾപ്പെടെ നമ്മുടെ നെടുമങ്ങാട് ഒരു പയ്യൻ വീട്ടുകാരെ എല്ലാം അടിച്ചു കൊന്നില്ലേ, അങ്ങനെ ദേ വേർ ടെല്ലിങ് ഹി വാസ് ഓൺ MDMA, ഹി വാസ് ഓൺ കൊക്കീൻ. അങ്ങനെ ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ ഗ്രേവ് മിസ്റ്റേക്ക്. ഇതെല്ലാം ചെയ്യുന്നത് തെറ്റാണ്. ഇതെല്ലാം ചെയ്തിട്ട് ഇവൻ അടിച്ചു കൊന്നത് യഥാർത്ഥത്തിൽ ആഫ്റ്റർ ദ റിസൾട്ട് കെയിം ഇറ്റ് വാസ് ആൽക്കഹോൾ. പക്ഷേ അവിടെ ഹാർഡ് ഡ്രഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തതെന്നുള്ള ലേബൽ മാറി. ഓ, ആൽക്കഹോൾ ആണോ, കൊക്കൈൻ അല്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. സ്വാഭാവികമായിട്ടും അപ്പം ആൽക്കഹോൾ അടിച്ചിട്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം കൊക്കൈനോ MDMA മെത്തേനോ ഒന്നുമില്ല, ആൽക്കഹോൾ മാത്രമാണെന്ന് വന്നതിന് ശേഷം ആ ഡ്രഗ് ലേബൽ അവന്റെ കയ്യിൽ നിന്ന് പോയി. എന്ന് വെച്ചാൽ പീപ്പിൾ ആർ നോട്ട് കൺസിഡറിങ് ആൽക്കഹോൾ ആസ് എ ഡ്രഗ്. So you are saying alcohol is far more dangerous. Alcohol is the worst drug you can consume. It fucks up your body, fucks up your liver, fucks up your bloodstream, fucks up your cholesterol, fucks up your everything, and even hormones. Alcohol should be the first thing that we should abandon. ഈ സൗദി അറേബ്യയിലൊക്കെ സൗദി അറേബ്യയിലൊക്കെ ആൽക്കഹോൾ അവിടെയും ലീഗലായി വരിക. സൗദി അറേബ്യയിൽ ലീഗലാവത്തില്ല, ദുബായിൽ ലീഗലാവും. സൗദി അറേബ്യയിൽ ആൽക്കഹോൾ എന്തെങ്കിലും ചെയ്യുമോ, കാര്യങ്ങളൊക്കെ ചെയ്താൽ കൈയൊക്കെ വെട്ടിക്കളയുമായിരുന്നു. ഇപ്പോൾ കൈ വെട്ടത്തില്ല. ഹ്യൂമാനിറ്റേറിയൻ ബേസിൽ ഒരു 30 വർഷം 24 വർഷമൊക്കെ ജയിലിടും. ജസ്റ്റ് 24 years. സോ ഇപ്പം വേറെ സൗണ്ടും കൂടെ ഞാൻ കേട്ടിടത്തോളം മൈൻഡ് കില്ലേഴ്സ് ആൻഡ് മൈൻഡ് ബെൻഡേഴ്സ് ആർ സിന്തറ്റിക്. ലൈക്ക് സിന്തറ്റിക് ഡ്രഗ്സ്
എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കര എക്സ്പീരിയൻസും ഒന്നുമില്ല, അതുകൊണ്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ടോക്ക്. പക്ഷെ ഞാൻ കേട്ടറിവിൽ നിന്ന് സിന്തറ്റിക്സ് ആർ മൈൻഡ് ബെൻഡേഴ്സ്. സിന്തറ്റിക് ഡ്രഗ്സ്, ഞാനിപ്പം കാനഡയിലായാലും അടിച്ച് ഔട്ടായി പോയി ജീവിതം നശിച്ച് അല്ലെങ്കിൽ വേറൊരു പാത്തിലേക്ക് പോകുന്ന ആളുകളെല്ലാം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുള്ളൂ. ഒക്കേഷണലി 5 ദിവസം ജോലി ചെയ്ത് സാറ്റർഡേ വൈകിട്ട് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഒരു കോഫിയൊക്കെ ഇട്ടിരുന്നു ഒരു ജോയിന്റ് വലിക്കുന്ന ആളുകൾ കാനഡയിൽ ഒത്തിരി ഫാമിലീസും എല്ലാവരും ഉണ്ട്. ദേ ആർ നോട്ട് ഡൂയിങ് ഡ്രഗ്സ്, അവരങ്ങനെ അല്ല അതിനെ കാണുന്നത്. ഇപ്പം ഞാൻ തന്നെ വർക്ക് ചെയ്ത KFCയിലെ ഒരു ആളുണ്ട്. അപ്പം പുള്ളി മാനേജറാണ്. അപ്പം പുള്ളി ഫ്രൈഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോവായിരുന്നു. അപ്പം പുള്ളി പോകുന്ന വഴി ഭാര്യയെ പിക്ക് ചെയ്ത് ചെല്ലുന്ന ഒരു വീട്ട് സ്റ്റോറിലേക്കാണ്. അവർ ശനിയാഴ്ചത്തേക്ക് ഞായറാഴ്ചത്തേക്ക് 2-3 ജോയിന്റ്, പിന്നെ ഒരു വീട് കൊണ്ടുള്ള പുഡിങ് ഉണ്ടാക്കും ഗ്രാൻഡ്മ. അപ്പത്തേന് അവർക്ക് ഗ്രാൻഡ്മയോട് വിളിച്ച് ചോദിച്ചിട്ട് ഏത് വീട് വേണം, ഇൻഡിക്ക വേണോ, സറ്റീവ വേണോ, എത്ര ഗ്രാം വേണം. അല്ല, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ തിങ്. കാരണം നമ്മള് ക്രിസ്മസിനൊക്കെ കേക്ക് മുറിക്കുമ്പോൾ വൈൻ കുടിക്കത്തില്ലേ, ഇറ്റ്സ് എൻ ഇൻടോക്സിക്കന്റ്, റൈറ്റ്? യാ, അതുപോലെ ഉള്ളൊരു സാധനമാണ് കഞ്ചാവ് അവിടെ. അത് കഞ്ചാവിനെ ഡീമണൈസ് ചെയ്തിട്ട് കാര്യമില്ല. കഞ്ചാവ് അടിക്കുന്നത് ഡീമൺസ് ആണെങ്കിൽ ഒന്നും പറയാനില്ല. So you are supporting weed? I'm not supporting weed. I am just saying ആദ്യമേ ഇവിടെ ഉള്ള ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കണം. എന്ന് വെച്ചാൽ ഇതൊക്കെ എന്താണ് ഒന്നും അറിയത്തില്ല. നീയോ ഞാനോ ഇവിടെ ഉള്ളവരൊക്കെയോ ആദ്യമായിട്ട് ഡ്രഗോ ആൽക്കഹോളോ ഉപയോഗിക്കുന്നത് സ്കൂളിലോ കോളേജിലോ വെച്ചായിരിക്കും, ഏതെങ്കിലും കൂട്ടുകാരന്മാർ തരുന്നതായിരിക്കും. ഡു വി നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്, വാട്ട് വി ആർ കൺസ്യൂമിങ് when we are consuming that for the first time? No, absolutely not. Absolutely no. ഇത് എന്താണ് ചെയ്യുന്നത്, ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും, അത് നമുക്കറിയത്തില്ല. ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ കരിക്കുലം. അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സി ഹൗ ദീസ് തിങ്സ് ക്യാൻ, ഇപ്പം ഞാൻ കേട്ടുള്ളത് ഫ്രീക്വന്റ് ആയിട്ട് കഞ്ചാവ് കഴിക്കുന്നവന്മാരുടെ ബ്രെയിൻ സെൽസ് എല്ലാം പൊട്ടിപ്പോകുന്ന പൊട്ടന്മാരാവും ലിറ്ററലി. ഒരു 5 കൊല്ലം സ്ഥിരമായിട്ട് കഞ്ചാവ് വലിക്കുന്നവന്മാർ പൊട്ടന്മാരാവും. അവൻ്റെ അടുത്ത് 5x5 എത്ര വെച്ചാൽ കിടന്ന് പരിങ്ങും. അതെ, അതിന് വേറൊരു പേരുണ്ടല്ലോ, ഞാൻ റീല് സൂപ്പർമാൻ കോംപ്ലക്സ്, സൂപ്പർ ഹീറോ കോംപ്ലക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് എനിക്കറിയത്തില്ല, ദേ ബിക്കം ഔട്ട്കാസ്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ശരികളും വേറൊരാളുടെ ഒപ്പീനിയൻ എടുക്കാൻ പറ്റാതെയും ഒരു മീനിങ് കോൺവെർസേഷൻ നടക്കത്തില്ല. ഒരു സൂപ്പർ ഹീറോ കോംപ്ലക്സ് ഉള്ള ആൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ, ദർ ഈസ് നോ കോൺവെർസേഷൻ. അതെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്ഥിരമായിട്ട് എന്തേലും ഇപ്പം ആൽക്കഹോൾ ആയിക്കോട്ടെ എന്തുവാണെങ്കിലും ഒരു കൺസിസ്റ്റന്റ് ബേസിസിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഒരു 20 മിനിറ്റ് സംസാരിച്ചാൽ മതി, ദേ കാൺട്ട് കോംപ്രഹെൻഡ് എ ന്യൂ ഐഡിയ. പിന്നെ മാത്രമല്ല, ഡ്രഗ്സ് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വേറൊരു ഭീകരനുണ്ട്, ചായ. നിങ്ങൾ ഈ ചായ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ ലൈറ്റായിട്ട് എടുക്കുകയാണെങ്കിലും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. വൈകിട്ട് 4 മണിക്കോ രാവിലെ 8 മണിക്കോ നിങ്ങളുടെ അച്ഛനോ അമ്മയോ കുടിക്കുന്ന ചായക്കപ്പ് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ച് നോക്ക്. ദേ ലാക്ക് ലൈക്ക് ലൂണറ്റിക്സ്. തലവേദന എടുത്ത് അവർ ഇത് തന്നെയാണ് കൊക്കൈനും ചെയ്യുന്നത്. തലവേദന എടുക്കുക. ഇപ്പൊ നമ്മൾ പലരും പറയും ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും എനിക്ക്. ഞാൻ വേറെ സംഭവിച്ചു, ഇത് അഡിക്ഷൻ ആണ്. See, that is a harmless addiction. No, we don't know what coffee or tea is doing. For hundreds of years നമ്മുടെ സൊസൈറ്റിയിൽ കോഫി ഉണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ കോഫി ഉണ്ട്, പ്യുവർ കോഫിയും പ്യുവർ ടീയും ആണ്. ഇപ്പൊ നമുക്ക് പാക്കറ്റിൽ വരുന്ന ഈ ബ്രൂ എന്ന് പറയുന്നതും അല്ലാതെ പാക്കറ്റിൽ കിട്ടുന്ന സോല്യൂബിൾ കോഫിയാണെന്നാണോ നിങ്ങൾ? നോ, കഫീൻ എക്സ്ട്രാക്റ്റഡ്, അത് കുപ്പിയിലാക്കും. കോഫി ഫ്ലേവേർഡ് ഷിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ബ്രൂ എന്ന് പറയുന്നത് യഥാർത്ഥ കോഫി. നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് ബ്രൂ കോഫി പൊടിയാണെന്ന. നോ, ഇഫ് യു റീഡ് ഇറ്റ് കെയർഫുള്ളി, അത് കോഫി എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു സോല്യൂബിൾ ഉണ്ടക്കകത്ത് കോഫിയുടെ കളർ അടിച്ചിട്ട് കോഫി എക്സ്ട്രാക്ട് മിക്സ് ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ 20% ചിക്കോറി മിക്സ് ചെയ്യാം. അപ്പം കോഫി യഥാർത്ഥത്തിൽ ഒരു ഇലയാണ്, അല്ല കാപ്പി കുരുവാണ്. ഞാൻ ചായയുടെ കാര്യം പറഞ്ഞത്, അത് ഇലയും കുരുവൊക്കെയാണ്. ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുരു എങ്ങനെയാണ് പൊടിഞ്ഞു പോകുന്നത്? പക്ഷെ ഞാൻ വേറെ അടി വന്ന് കിടക്കണം. പക്ഷെ നിങ്ങൾ ബ്രൂ കോഫി ഉപയോഗിച്ച് നോക്കുക, വെള്ളത്തിൽ ഇട്ട് കലക്കി കഴിഞ്ഞാൽ ഇത് സോല്യൂബിൾ ആവും. സോ ഇറ്റ്സ് നോട്ട് റിയൽ കോഫി. What we are consuming is a mixture of chemicals that
contains caffeine. ശരി, ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. വെൻ യു ആർ കൺസ്യൂമിങ് റിയൽ കോഫി ആൻഡ് റിയൽ ടീ, നല്ല കോഫി നല്ല കാപ്പി നമ്മളൊരു റെഗുലർ ഡെയിലി ബേസിസിൽ കൺസ്യൂം ചെയ്യുന്ന വെച്ചോ, നമ്മുടെ ബ്രെയിൻ സെൽസിന് ഭയങ്കര ഡാമേജ് അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 100-200 വർഷമായിട്ട് അറിയണം, ഭയങ്കര ഹാംഫുൾ എഫക്റ്റ് ഒന്നുമല്ല. അതേപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ഭയങ്കര ഹാം ചെയ്യുന്നില്ല. ആൻഡ് ഹ്യൂമൻ ബീങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആർ ക്രീച്ചേഴ്സ് ഓഫ് ഹാബിറ്റ്. ഇതിന് ഒരു ഉത്തരവുണ്ട്, ഭഗവത്ഗീതയെന്ന് ഞാൻ പഠിച്ചതാ. യെസ്, അമിതമായാൽ അമൃതും വിഷമാണ്. അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എലിക്സർ ദാറ്റ് ദ ഗോഡ്സ് കൺസ്യൂം. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് 1 cup of coffee a day is bad. If you cannot remove that cup of coffee from your everyday life, it's bad. That is bad. That is bad. If it's not fucking up your health, it's fucking up your mind. അതെ ഞാൻ പറഞ്ഞത്, അതൊരു നിങ്ങളുടെ ഹെൽത്തിനെ ബാധിച്ചില്ലെങ്കിലും യുവർ സൈക്കി മേ എഫക്ട്. കാരണം ഞാനൊരു ക്രീച്ചർ ഓഫ് ഹാബിറ്റ്. ഐ ഡിപ്പെൻഡ് heavily on caffeine evenings. Yeah, I know. Adu. And I was telling him to get rid of brew because he uses that shit എന്ന് ഞാൻ പറയുന്നില്ല, റിപ്പിൾ ടാറ്റ, അതും മറ്റേ കോഫി അല്ലല്ലോ. അവര് അതിന്റെ പേര് കോഫി കിടത്തില്ല, കോഫി പൗഡേർഡ് ഷിറ്റ്. എന്നിട്ട് ആ കോഫി എന്നുള്ളത് വലുതായിട്ടും അതിന്റെ താഴെ അബ്രിവേഷൻ ആയിട്ട് ചെറിയ 2-3 വാക്കും കൊടുക്കും. അത് ഞാൻ ചെയ്യാത്ത ഒരു കാരണം എനിക്കും അറിയാം, ദാറ്റ്സ് നോട്ട് പ്യൂർ കോഫി. ഞാൻ പണ്ടൊക്കെ ഇവിടെ കോഫി മേടിച്ച് റോസ്റ്റ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത്. അതാണ് ഏറ്റവും നല്ലത്. ഗെറ്റ് ഡീറ്റോക്സ് ഗൈസ്. ഞാനും അനിയനും വീട്ടുകാരും എല്ലാം ഡീറ്റോക്സിന്റെ ഒരു പാതയിലോട്ട് കടന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വി ആർ ട്രൈങ് ടു ഈറ്റ് റിയൽ ഫുഡ് ആൻഡ് ഗെറ്റിംഗ് റിഡ് ഓഫ് ബ്രെഡ്, ഹോൾ വീറ്റ് ബ്രെഡ്. ഹോൾ വീറ്റ് ബ്രെഡിന്റെ കഥ ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഹോൾ വീറ്റ് ബ്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്യം ചെയ്യുന്നതിൽ വിചാരിക്കും ഈ ബ്രെഡിൽ ഫുള്ള് ഹോൾ വീറ്റ് ആണെന്ന്. നോ, ഹോൾ വീറ്റ് ബ്രെഡിൽ എന്ന് പറഞ്ഞാൽ ഒരു 100 ബ്രെഡ് പാക്കറ്റിൽ ഉണ്ടാക്കുമ്പോൾ ദാറ്റ്സ് 99% മൈദ, പിന്നെ ഷുഗർ, സോൾട്ട്, ഇത് കേടാവാതിരിക്കാനുള്ള കുറേ നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത കുറച്ച് കെമിക്കൽസ്, പിന്നെ ഒരു കണ്ടെയ്നർ, 500 ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു കണ്ടെയ്നറിനകത്ത് ഒരു 3-4 തരി ഹോൾ വീറ്റ് ഇടും. ഹോൾ വീറ്റ് എന്ന് പറഞ്ഞാൽ പൊടിക്കകത്ത് 3 മണി ഹോൾ ആയിട്ടുള്ള വീറ്റ്. എന്നിട്ട് ഇത് ഇട്ടിട്ട് ആ ബ്രെഡിന്റെ പേരാണ് ഹോൾ വീറ്റ് ബ്രെഡ്. ബ്രെഡ് ഫാക്ടറി വർക്ക് ചെയ്തിട്ടുണ്ട്. Yeah, I was working in a factory. I know this shit. അതേപോലെ തന്നെ KFC-യിൽ എത്ര ആഴ്ച കൂടുമ്പോഴാണ് എണ്ണ മാറ്റുന്നത്? I should probably not reveal this, but the KFC I was working on was changing oil in multiple weeks. Multiple weeks? Yes. Like shit. Yeah. They oil എടുക്കും, രാവിലെ ഒരു റിഫൈനറി പോലത്തെ ഒരു സാധനം അതിനകത്ത് തന്നെ ഉണ്ട്, കറുത്ത സാധനങ്ങളെല്ലാം മാറ്റും. എന്നിട്ട് ഇത് ഒരു 2 മിനിറ്റത്തെ പ്രോസസ്സാ. ഇത് മാറ്റി കറുത്ത സാധനം ഫിൽട്ടർ ചെയ്ത് വരും, ഇത് തിരിച്ചു വയ്ക്കും. And this is being cooked for weeks. 2 to 3 weeks okay. Of course. And if some cooks are late, and I've heard that they don't even filter it. Oh shit. This is happening in Canada. I don't know what's happening in India. അതേപോലെ Probably ടാലോ ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക. ടാലോ എന്ന് പറയുന്നത് നമ്മുടെ മീറ്റിൽ നിന്ന് വരുന്ന, കുക്ക് ചെയ്യുമ്പോഴൊക്കെ വരുന്ന ഫാറ്റ് ഓയിലായിട്ട് വരുന്ന സാധനങ്ങളാണ്. പ്യൂറസ്റ്റ് ഫോം ഓഫ് ഫാറ്റ്. അത് ഉപയോഗിക്കുക. പിന്നെ കൊളസ്ട്രോള്, ക്യാൻസർ, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പ്രശ്നമാണ്. കാരണം ഈ ക്യാൻസർ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ട്രൂ ദിസ് ഈസ്, ഡു യുവർ റിസർച്ച്. ഞങ്ങൾ സ്ട്രെസ് ചെയ്യുമല്ല, ദിസ് ഈസ് വൺ കേൾവി, ഒരു ഐഡിയ അല്ല, അതല്ല. ക്യാൻസർ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഡോക്ടേഴ്സ് ദേ പോക്ക് ദ ക്യാൻസർ കണ്ടെയ്നിങ് ട്യൂമർ, എന്നിട്ട് ഇത് സ്പ്രെഡ് ആവുമെന്ന് 2 ആഴ്ച കഴിഞ്ഞ് നോക്കും. ഇതാണ് മെഡിക്കൽ സയൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്യാൻസർ ഡയഗ്നോസിസ്. ക്യാൻസർ, നമ്മുടെ ബോഡിയിൽ ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് അത്ര വലിയ ഏളിയനേറ്റ് ചെയ്ത് പറയേണ്ട കാര്യം. ഞാൻ ഡോക്ടറല്ല, ഇത് ജോ റോഗന്റെ പോഡ്കാസ്റ്റിലുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറല്ല, ഞാൻ മെഡിക്കൽ അഡ്വൈസ് ആർക്കും തരുന്നതും അല്ല. ഡു യുവർ റിസർച്ച്. ദിസ് ഈസ് മൈ ഫൈൻഡിങ്സ് ഫ്രം വിക്കി, യൂട്യൂബ് ആൻഡ് ഓൺലൈൻ ബുക്സ്. Maybe you be wrong. Maybe I am wrong. Most probably I hope I am wrong. Yeah. അപ്പൊ ഈ ക്യാൻസർ സെൽസ് ട്യൂമർ ആയിട്ട് വന്ന് ഇത് എൻക്ലോസ്ഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ മാക്സിമം ഇരുത്തും നമ്മുടെ ബോഡി, ബിക്കോസ് അവർ ബോഡി ഈസ് സോ അഡ്വാൻസ്ഡ്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ ഒരു ട്യൂമർ ക്യാൻസറസ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇത് കുത്തിപ്പൊട്ടിക്കും. എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് ചെക്ക് ചെയ്യും, ഇതിനകത്തുനിന്ന് ലീക്ക് ഉണ്ടോ, ഇത് വെളിയിലോട്ട് പടരുന്നുണ്ടോ.
മോസ്റ്റ് പ്രോബബ്ലി 2 ആഴ്ച കൊണ്ട് ക്യാൻസർ എങ്ങും പകരത്തില്ല. പക്ഷെ ഒരു 5-6 വർഷം എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ പറയും ഇപ്പൊ കുഴപ്പമില്ല, സ്റ്റേജസ് കറക്റ്റ് ആണ്, പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വരണം, ഒരു ഫോളോ അപ്പ് ഉണ്ട്. ഇത് സ്ഥിരമായിട്ട് പോഡ്കാസ്റ്റ് ഇത് പോഡ്കാസ്റ്റുകളിലും പല ഡോക്ടർമാരും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ദേ ആർ ഗെറ്റിംഗ് ക്യാൻസൽഡ്. അതുകൊണ്ട് ഇത് സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ദിസ് ഈസ് നോട്ട് സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് എനിവൺ. ദിസ് ഈസ് മീ സ്പീക്കിംഗ് ഔട്ട് ഓഫ് മൈ ഫൈൻഡിങ്സ്. പറഞ്ഞ പോലെ ഐ ഹോപ്പ് ഐ എം റോങ്. എന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ദിസ് സ്റ്റാർട്ട് സ്പ്രെഡിങ് ആൻഡ് ദ മെഡിക്കൽ ഇൻഡസ്ട്രി ഗെറ്റ്സ് 40-year subscription because ഇപ്പം ഈ വേറൊരു സംഭവം ഞാൻ കേട്ടത്, ആ പേഷ്യന്റ് പിന്നെ അവിടുത്തെ രോഗിയാണല്ലോ. ഞാൻ വേറൊരു സംഭവം കേട്ടെന്ന് വെച്ചാൽ ഈ ക്യാൻസറിന് പറ്റിയ മരുന്ന് ഈ മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു സാധനം മിറാക്കിൾസ്. ഇറ്റ്സ് ഓൺലി 20-50 rupees. മെത്തിലിൻ 100 രൂപയേ ഉള്ളൂ. ഇസ് എ നാച്ചുറൽ ഡൈ. ഇത് ഡയറ്റ് അല്ല, ഡൈ ആണ് തോന്നുന്നു. ഡൈ അത് നിങ്ങൾ നോക്ക്. മെത്തിലിൻ ബ്ലൂനെ പറ്റി ഭയങ്കര സ്റ്റഡീസും ഭയങ്കര ഒരുപാട് ക്യാൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. യെസ്, അങ്ങനെ ഇത് ഞങ്ങള് ഈ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കുന്നതും പഠിക്കുന്നതും കോൺട്രവേഴ്സി ഒക്കെ നോക്കുന്നതും. അപ്പം ഇഫ് സംതിങ് ഈസ് ഗെറ്റിംഗ് ക്യാൻസൽഡ് ഇൻ ദ മെയിൻ സ്ട്രീം, ദാറ്റ് ഈസ് പ്രോബബ്ലി ഗുഡ് ഫോർ ദി പബ്ലിക് എന്നുള്ളൊരു തോട്ട് ഇപ്പൊ ആളുകൾക്ക് വന്നു തുടങ്ങി. ബിക്കോസ് 100 രൂപ കൊണ്ട് ക്യാൻസർ മാറ്റാൻ പറ്റുമെങ്കിൽ ഹൂ വുഡ് ബി ഹിറ്റ് ദ മോസ്റ്റ്? ബിഗ് ഫാർമ. ബിക്കോസ് നമ്മൾ നോക്കുമ്പോൾ ഈ വലിയ റെസ്റ്റോറൻറ്റ് ചെയിനുകളും വലിയ ഹോസ്പിറ്റൽ ചെയിനുകളും ഓൺ ചെയ്യുന്ന ഒരേ ഇൻഡസ്ട്രിയാണ്. കിംസ് ഇസ് ഓൺഡ് ബൈ ബ്ലാക്ക് റോക്ക്. Do you guys know? അതെ, ഇത്ര പെർസെന്റേജ്. നിങ്ങൾ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയത്, കേരളത്തിന്റെ കണക്കൊരു ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയിലെ ലോക്കീഡ് മാർട്ടിൻ, നമ്മുടെ ബോയിങ്, ഗൂഗിള്, ആപ്പിള്, യു നെയിം ഇറ്റ്, എവറിത്തിങ് ദേ ആർ എ പാർട്ട് ഓഫ് ബ്ലാക്ക് റോക്ക്. ബ്ലാക്ക് റോക്ക് ഇവരുടെ മേജർ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇത് വെച്ചാണ് അമേരിക്ക യുദ്ധക്കപ്പലും യുദ്ധപ്ലെയിനുകളും ഉണ്ടാക്കുന്നതും യുദ്ധത്തിന് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതും വിൽക്കുന്നതും അല്ല. ആൻഡ് ലേറ്റസ്റ്റ് വിക്ടിമായിട്ടുള്ള യുക്രൈൻ, അവരെ ദത്തെടുത്ത് അമേരിക്കയുടെ ആണ് ഇപ്പൊ യുക്രൈൻ. ബിക്കോസ് യുക്രൈൻ ഈസ് നൗ ബീങ് ഡിവൈഡഡ് ഇൻ ടു 3. 1 for Ukraine, 1 for America and 1 for Russia. റഷ്യക്ക് ന്യൂക്ലിയർ പ്ലാന്റും യുറേനിയവും ഒക്കെ ഉള്ള സ്ഥലം റഷ്യ സാപ്പറോസിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലം പിടിച്ചെടുത്തു. അമേരിക്ക ഈസ് ഗോയിങ് ഓൺ വിത്ത് എ $500 billion പ്ലാൻ ടു ടേക്ക് അപ്പ് പാർട്സ് ഇൻ യുക്രൈൻ വിച്ച് ഹാസ് ലിഥിയം, അയൺ ആൻഡ് കോപ്പർ സംതിങ്. അപ്പോൾ യുക്രൈന് റഷ്യ പിടിച്ചെടുത്തത് മാത്രമല്ല അമേരിക്കയ്ക്കും കൂടെ കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് മാത്രമല്ല, ഈ വെപ്പൺസും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി യുക്രൈനെ സപ്ലൈ ചെയ്യാൻ സഹായിച്ച ബ്ലാക്ക് റോക്ക് തന്നെയാണ് യുക്രൈൻ റീബിൽഡ് ചെയ്യുന്നത്. ദാറ്റ്സ് എ $200 or $2,000 billion പ്രോജക്ട്. ആൻഡ് ബ്ലാക്ക് റോക്ക് ഇൻ ദ നെയിം ഓഫ് ബ്ലാക്ക് സ്റ്റോൺ ഗോട്ട് ദി കോൺട്രാക്ട്. അപ്പോൾ ദിസ് ഈസ് എ ബിസിനസ് മോഡൽ. ആൻഡ് യു ക്രിയേറ്റ് എ പ്രോബ്ലം, യു സോൾവ് ദ പ്രോബ്ലം. ഈ മാക്കഫെ ഒക്കെ വൈറസ് ഉണ്ടാക്കിയിട്ട് ആന്റിവൈറസ് ഇറക്കും ഓരോ വർഷം. പിന്നെ ഉറപ്പായിട്ടും അതുപോലെ തന്നെയാണ് ഞങ്ങൾ റോക്കറ്റ് ഉണ്ടാക്കി നിങ്ങളുടെ വീട് പൊട്ടിക്കും, പേടിക്കണം. അപ്പോൾ അതാണ് പറഞ്ഞത്, വെപ്പൺ കൊടുത്ത് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട്. ഇതൊക്കെ ഭയങ്കര പക്ഷേ ബ്രോഡ് ആസ്പെക്റ്റിൽ ചിന്തിക്കുന്നുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ കമ്മിങ് ബാക്ക് ടു കേരള ഗൈസ്, ഞാൻ വേറൊരു സംഭവം ശ്രദ്ധിച്ചാ, ഇവിടുത്തെ കേരളത്തിനൊപ്പം തോന്നുന്നുണ്ട് ബുക്ക് റീഡിങ് കമ്മ്യൂണിറ്റി വളരുന്നുണ്ടെന്ന്. കാരണം ഞാനൊരു ബുക്ക് റീഡിങ് ചാനൽ ചുമ്മാ യൂട്യൂബിൽ തുടങ്ങി. ആൻഡ് ഐ ഗോട്ട് ട്രെമൻഡസ് റെസ്പോൺസ്. ലൈക്ക് 10 വീഡിയോയിൽ എനിക്ക് 2000 സബ് കയറി. എനിക്ക് 75 പേരുടെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ പറ്റി. ആൻഡ് ഐ എം ഓവർവെൽഡ്. മനസ്സിലായോ? പക്ഷെ എൻ്റെ അടുത്ത് അതേപോലത്തെ വേറെ കുറെ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട് സിമ്പിൾ തോട്ടാണ് അത്. അല്ലേ നെക്സ്റ്റ് വീഡിയോ പറഞ്ഞു സിമ്പിൾ ആയിട്ട് പോകത്തില്ല. എന്താ അതൊന്ന് പറഞ്ഞിട്ടൊന്ന് പോ. ലൈക്ക് അവന്മാര് ലൈക്ക് ഇപ്പൊ വീഡിയോസും മീഡിയ പ്ലാറ്റ്ഫോംസും ഉള്ളപ്പോൾ വൈ ഷുഡ് ദേ റീഡ് ബുക്സ്? അതൊരു വലിയ ചോദ്യമാണ്. ബിക്കോസ് ദാറ്റ്സ് നോട്ട് എ ചോദ്യം, ഇറ്റ്സ് എ സിമ്പിൾ ആൻസർ. ഫോർ എ കൺസ്യൂമേഴ്സ് പോയിന്റ് ഹൂ ഈസ് നോട്ട് ഇൻ ടു റീഡിങ് ബുക്സ്, ഇറ്റ്സ് എ ബോറിംഗ് ഷിറ്റ്. ഒരു ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ് എന്നല്ല ഞാൻ പറയാൻ പോവാ. ദ എമൗണ്ട് ഓഫ് അറ്റൻഷൻ, ദ എമൗണ്ട് ഓഫ് സെറീബ്രൽ തോട്ട്, ദ സെറീബ്രൽ എനർജി നിങ്ങൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ സ്പെൻഡ് ചെയ്യുന്നതിന്റെ
1/10 പോലും ഇല്ല നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ. ശരിയായിരിക്കാം. നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പം നിങ്ങൾ എത്ര ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിന്റെ 10 ടൈംസ് മോർ പവർഫുൾ ആണ്. ഒന്നാമത്തെ പോയിന്റ്. 2, ഒരു വീഡിയോ എപ്പോഴും ഒന്നെങ്കിൽ ഇൻഫർമേറ്റീവ് ആയിരിക്കും. ഇത് എപ്പോഴും നല്ല ബുക്സ്, ഫോർ എക്സാമ്പിൾ ഡെയിൽ കാർണിഗിയുടെ ബുക്കാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്താ പറയണം, അയാളുടെ വ്യൂ പോയിന്റ്, വി ആർ ഫോഴ്സ്ഡ് ടു തിങ്ക് ഒറിജിനലി ഫ്രം ഹിസ് വ്യൂ പോയിന്റ്. അത് ബുക്സിന്റെ ഒരു രണ്ടാമത്തെ സംഭവം, എനിക്ക് ബുക്ക് വായിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവന്മാരുടെ എനിക്ക് എന്താ പറയുള്ളൂ, യുവർ അറ്റൻഷൻ സ്പാൻ ഇസ് ഫക്ട്. ഒരു 30 മിനിറ്റ് ഒരു പേജിൽ നോക്കിയിരിക്കും, അറ്റൻഷൻ സ്പാൻ ഇല്ലെങ്കിൽ യുവർ ഫക്ട്. ഒരു അത്രേ ഉള്ളൂ. സോ പോഡ്കാസ്റ്റ് തീരാറായി. വാട്ട് ഡു യു വാണ്ട് ടു സേ? കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു. ബെസ്റ്റ് വിഷസ് ഫോർ എമ്പുരാൻ എനിക്ക് പറയണം. എമ്പുരാൻ പൊളിക്കും, പക്ഷെ എമ്പുരാൻ കാണാൻ ഞാൻ പോകുന്നില്ല. ബിക്കോസ് മെയിൽ ഈഗോ ഈസ് സംതിങ് ഗൈസ്. മേ ബി, ബട്ട് ഐ വുഡ് ട്രൈ ടു. ഞാൻ ചെറിയ ചലഞ്ചുകളൊക്കെ അങ്ങാടും പോയാൽ എക്സ്പോസ് ചെയ്ത് തോലയ്ക്കില്ല. ഞാൻ ചെറിയ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കും സ്വയം. ഇറ്റ്സ് പാർട്ട് ഓഫ് മീ നൗ. പുതിയ ഹാബിറ്റാ. അപ്പം ഐ ഫൈൻഡ് സംതിങ് വെരി ഡിഫിക്കൽട്ട്, ട്രൈ ടു അച്ചീവ് ദാറ്റ്. രാജുവണ്ണന്റെ കേപ്പബിലിറ്റി അല്ലേ നമ്മളൊരു എമ്പുരാനിലെ പ്രൊമോട്ട് ചെയ്ത്. ദിസ് ഇസ് ആക്ച്വലി എ പ്രൊമോഷൻ ഫോർ രാജുവണ്ണൻ. പിന്നെ രാജുവണ്ണന്റെ കുറച്ച് ട്വീക്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇലുമിനാന്റിയെ കൊണ്ടുവരിക. Illuminati. He is a bloody genius, man. He is no way connected to anything called Illuminati, and Illuminati itself is a hoax, which is working as a hoax for another thing. അതൊക്കെ നമ്മൾ ഇനി പറയും. അപ്പൊ ഇലുമിനാന്റി കൊണ്ടുവരുമോ, ഇതിനകത്ത് ഇലുമിനാന്റി ആണോ എന്നൊക്കെ ചോദിച്ച്. Your last words. Winding up. എമ്പുരാൻ കാണുന്നെങ്കിൽ കാണുക. ഞാൻ കാണുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൽ ഈഗോ അല്ല, ചലഞ്ചാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡോണ്ട് ട്രസ്റ്റ് ആക്ടേഴ്സ്. ആക്ടേഴ്സിന്റെ പൊളിറ്റീഷ്യൻസ് ആവുമോ? ആക്ടേഴ്സ് സ്ക്രീനിൽ പോവാ, കൈയടിക്കുക, തിരിച്ചു വരിക. അവന്മാർ നമുക്ക് വേണ്ടി ലോ ഉണ്ടാക്കാൻ ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ദ മോസ്റ്റ് കേപ്പബിൾ പീപ്പിൾ. അതുകൊണ്ട് നമ്മുടെ അടുത്ത പോഡ്കാസ്റ്റിൽ വിൽ ടോക്ക് അബൌട്ട് ലോ മേക്കേഴ്സ്. കാരണം അത് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്റെ അച്ഛൻ ഈസ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ, അഡ്വക്കേറ്റ് ആണ്. ഹി നോസ് ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ലോ. എന്റെ അച്ഛൻ എപ്പോഴും പറയുന്ന സാധനം, ഈ നിയമം ഉണ്ടാക്കുന്നവർക്ക് ഒരു ചക്ക എറിഞ്ഞൂടെ. വാട്ട്സ് ഹാപ്പനിങ് വിത്ത് അവർ ലോ ഇസ് എ ബിഗ് ഫക്കറി. അത് നമ്മൾ പറയും, അത് എക്സ്പോസ് ചെയ്യണം. കാരണം നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് നമുക്കറിയണ്ടേ. ഇസ് ദാറ്റ് റിയലി lawmakers or some other people deciding what we should do? നിനക്ക് വെള്ളം അടിക്കാം, പക്ഷെ കഞ്ചാവ് വലിച്ചൂടാ. നിനക്ക് ടൊബാക്കോ വലിക്കാം, പക്ഷെ കൊക്കൈൻ അടിച്ചൂടാ. നമ്മുടെ ആരാണ് തീരുമാനിക്കുന്നത്? അതല്ല, അതിനകത്തൊക്കെ ഞാൻ യോജിക്കുന്നു. കാരണം അവർ സൊസൈറ്റി ആൻഡ് അവർ പീപ്പിൾ ആർ നോട്ട് ലിവിങ് ഇൻ എൻ അഡ്വാൻസ് വേ ടു കണ്ടെയ്ൻ ഇറ്റ്സ് പൊട്ടൻഷ്യൽ എബിലിറ്റീസ്. അത് നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. സോ ഗൈസ്, എനിക്ക് ലാസ്റ്റ് പറയാനുള്ള, ഡോണ്ട് ബിലീവ് nobody is right, nobody is wrong, we are wrong, you are wrong. ലോകത്തെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ 75%. അത് മാത്രമല്ല, ഈ ചാനലിൽ ഇനി വരുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതെ, ഇറ്റ്സ് അവർ വ്യൂ. കാരണം ഞങ്ങൾ തെറ്റായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. 50% chance we are wrong. And our only aim is to get you guys to think. And are you paying Empuran to get ഡോപ്പമിൻ, അല്ലെങ്കിൽ കാണുമ്പോൾ സുഖം കിട്ടുന്നുണ്ടോ, അതോ ആർ യു ബ്ലൈൻഡ്ലി ഫോളോയിങ് ദി മാസസ്? നിങ്ങളുടെ ഞാൻ വേറൊരു സംഭവം കൂടെ വായിച്ചതാണ്. ഇതും ഐ തിങ്ക് ഏതൊരു ഫിലോസഫി സാധനം വായിച്ച ഇതിനകത്ത് പറഞ്ഞത് സിമ്പിളേ ഉള്ളൂ. നിങ്ങളുടെ ശരിക്കുമുള്ള ഇൻസ്റ്റിങ്സും ഇന്നർ ബിഹേവിയറും ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങണം. ശരിയാ. കാരണം അത് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും എന്താ പറയുന്ന ഒരു മരുന്നോ കാര്യങ്ങളോ വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ നമ്മൾ ഈ ഇവന്മാർക്കൊക്കെ പാലിശാഭിഷേകം ചെയ്ത് നടക്കുമ്പോൾ, ഇവന്മാർ റോഡിൽ കൂടെ പോകുമ്പോൾ ടയർ പഞ്ചറാകുമ്പോൾ ടയർ മാറ്റുമല്ല, അടുത്ത് കയറി കാറ് മാറ്റുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ തിങ്ക്, നമ്മൾ കാരണം ആളുകൾ വളരുന്നത് നല്ലതാണ്, പക്ഷെ അറ്റ് വാട്ട് കോസ്റ്റ്? ഈ 500 രൂപ കൊണ്ട് ക്യാൻ ഐ ഡു സംതിങ് ബെറ്റർ ഫോർ മീ ആൻഡ് മൈ ഫാമിലി എന്ന് ആലോചിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി സിനിമകൾ കാണുക. നല്ല സിനിമകൾ നല്ലോണം കാണുക, എൻജോയ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഐ ആം ഷുവർ എമ്പുരാൻ ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് മൂവി, ബട്ട് മേക്ക് യുവർ ഡിസിഷൻ. ഡോണ്ട് ഗെറ്റ് ഫുൾ. പോയി കാണണം. അത്രേ ഉള്ളൂ. സോ ഗൈസ്, 3 here. Talk to you guys later. Love you.